പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടുകളായി 82 മുതലാണ് എന്നാണ് എൻ്റെ ഓർമ്മ, കേരളത്തിൽ 2 മുന്നണികൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്ന് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി, മറ്റൊന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി. CPM-ൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിലെ ഏറ്റവും പ്രബല പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അതിനുശേഷം CPI ഉണ്ട്, ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയുണ്ട്, പിന്നെ കുറച്ച് ചെറുകിട പാർട്ടികളുമുണ്ട്. അതാണ് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മറുഭാഗത്തുള്ളത് ഐക്യജനാധിപത്യ മുന്നണി. UDF എന്ന് പറഞ്ഞ ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ്സാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. പിന്നെ ചില ചില്ലറ പാർട്ടികളുണ്ട്. ഈ 2 മുന്നണികളാണ് കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ട്, എനിക്ക് 82 മുതൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 2 മുന്നണികൾ തമ്മിൽ അന്തർധാരയുണ്ടോ എന്നുള്ള സംശയം ജനങ്ങളെ ബാധിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. സുഹൃത്തുക്കളെ, ആ മുന്നണികൾ തമ്മിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്തർധാര, ആ മുന്നണികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഏറ്റവും പ്രകടമായിട്ടുള്ള അന്തർധാര കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ, കേരളത്തിലെ പരമോന്നത നീതിപീഠം ആ അന്തർധാര അടിമുടി പൊളിച്ച ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരളത്തിൽ ട്രേഡ് യൂണിയൻ വളരെ ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ CITU ആണ്. ലക്ഷക്കണക്കിന് 10-25 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു ട്രേഡ് യൂണിയനാണ് CPM-ന് നേതൃത്വമുള്ള CITU. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള INTUC, ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ INTUC ആണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ വിഭാഗം. നമുക്കറിയാമല്ലോ, തൊഴിലാളികൾ വലിയ തോതിൽ സംഘടിതരും സുസംഘടിതരുമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. CITU-ൻ്റെ നേതൃത്വത്തിൽ CPM-ൻ്റെ കീഴിലുള്ള തൊഴിലാളികൾ സുസംഘടിതരാണെങ്കിൽ INTUC-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ സുസംഘടിതമാണ്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മേൽ ഈ തൊഴിലാളി മേഖലയിലെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? തൊഴിലാളി വർഗത്തിൻ്റെ മേഖലയിൽ ഏതാണ്ട് പരിപൂർണമായിട്ടുള്ള അപ്രമാദിത്വം ഉള്ള സംഘടനയായി CITU മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലമായി. എന്നാൽ കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലമായി INTUC എന്ന് പറഞ്ഞിട്ടുള്ള ട്രേഡ് യൂണിയൻ സംഘടനയ്ക്ക് പ്രവർത്തിക്കാനും വളരാനുമുള്ള വലിയ സാധ്യത കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം 2 ടേമായി CPM അധികാരത്തിലിരിക്കുകയായിരുന്നു. സമര പോരാട്ടങ്ങൾക്ക് അവധി CPM പ്രഖ്യാപിച്ച 2 ടേമാണ്, 10 വർഷമാണ് കഴിഞ്ഞു പോയത്. സ്വാഭാവികമായും ആ 10 വർഷങ്ങൾ കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗമായിട്ടുള്ള INTUC-യുടെ വളരെ ചടുലമായിട്ടുള്ള ചലനാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കേണ്ട 10 വർഷങ്ങളാണ്, ഒരു 10 പതിറ്റാണ്ടാണ് കടന്നുപോയത്. എന്നാൽ തൊഴിലാളി വർഗത്തിൻ്റെ ആ മേഖല, ആ ട്രേഡ് യൂണിയൻ മേഖല ഏതാണ്ട് പരിപൂർണമായും കഴിഞ്ഞ 10 വർഷക്കാലം നിർജീവമായിരുന്നു എന്നാണ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുക. അതിലൊരു കാരണം എന്ന് പറയുന്നത് CPM അധികാരത്തിലിരിക്കുന്നുണ്ട്, CITU-ന് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിർജീവതയുടെ ഒരു കാരണം അതായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ടായി. അതിലേക്ക് നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി INTUC എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ ആ ട്രേഡ് യൂണിയൻ പരിപൂർണമായി കഴിഞ്ഞ 10 വർഷക്കാലമായി നിർജീവമായിരുന്നു എന്നാണ് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും.
പക്ഷേ ആ 10 വർഷം എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ്റെ വലിയ INTUCയുടെ വലിയ വളർച്ചയ്ക്കും വലിയ സമര പോരാട്ടങ്ങൾക്കുമൊക്കെ കാരണമാകേണ്ട 10 വർഷങ്ങളാണ് കടന്നുപോയത്. പക്ഷേ ആ സംഘടന പരിപൂർണമായി കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 കാലം ചത്തുമലച്ച് കിടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പിണറായി വിജയൻ CPMനെയും സർക്കാരിനെയും തൻ്റെ ചവിട്ടടിയിൽ ഒതുക്കി വെച്ചിരുന്നത് പോലെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഈ INTUC എന്ന് പറഞ്ഞ സംഘടനയെ തൻ്റെ ചവിട്ടടിയിൽ ഒതുക്കി ചവിട്ടിക്കൂട്ടി ഒടിച്ചു മടക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ സംഘടന കഴിഞ്ഞ 10 വർഷമായി ഒരു തരത്തിലുള്ള സമര പോരാട്ടങ്ങളും അവർ മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിയാതെ. ആ സംഘടന ചത്തുമലച്ച് കിടന്നതിൻ്റെ കാരണം ഇതായി. ഇനി എന്തുകൊണ്ടാണ് ഈ ട്രേഡ് യൂണിയൻ നേതാവ് ഈ സംഘടനയെ ഇങ്ങനെ ചവിട്ടടിയിൽ ഒതുക്കി വെച്ചിരുന്നത് അയാൾ നടത്തിയിട്ടുള്ള ഒരു വലിയ 500 കോടി രൂപയുടെ ഒരു കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ നിന്ന് ഭരണപാർട്ടിയായിട്ടുള്ള CPM, ഭരണപാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് അയാളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമീപനങ്ങൾ എടുത്തു എന്നുള്ളത് കൊണ്ടാണ് അയാൾ ഒരു സമര സംഘടനയാകേണ്ടിയിരുന്ന INTUC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രേഡ് യൂണിയൻ സംഘടനയെ ഇടതുപക്ഷ സർക്കാരിനെതിരായി ഒരു സമരവും നടത്താതെ തൻ്റെ കാൽ ചുവട്ടിൽ ചവിട്ടടിയിൽ ഒതുക്കി നിർത്തിയിരുന്നത്. ഇന്നിപ്പോൾ ഞാനത് ചർച്ച ചെയ്യാൻ കാര്യം എന്താ? ഇന്നതിൽ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ്. എന്താ കാരണം? ഇയാളുടെ എല്ലാ സമ്മർദ്ദതന്ത്രങ്ങൾക്കും അപ്പുറത്ത് പോയി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാരിന് ഈ ട്രേഡ് യൂണിയൻ നേതാവിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കേണ്ടി വന്നു. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ എന്താ? നമ്മൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ ഇയാൾ വലിയ തോതിൽ അഴിമതി നടത്തി. അതിനെക്കുറിച്ച് ഒരുപാട് ഏജൻസികൾ അന്വേഷിച്ചു. അവസാനം CBI അന്വേഷിച്ചു. CBIക്ക് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അയാളെ വിചാരണയ്ക്ക് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ അനുവാദം വേണം. ആ സർക്കാർ 3 പ്രാവശ്യം അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തില്ല. ഏത് സർക്കാർ? ഇടതുപക്ഷ സർക്കാർ, പിണറായിയുടെ സർക്കാർ. ആർക്ക് അനുവാദം കൊടുത്തില്ല? INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം 1 അല്ല 2 അല്ല 3 പ്രാവശ്യം പിണറായി സർക്കാർ കൊടുക്കാതിരുന്നത് കൊണ്ട് അയാൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടില്ല. തെളിവുകൾക്കൊന്നും ഒരു കുറവുമില്ല. ഒരുപാട് ഏജൻസികൾ അന്വേഷിച്ചു. അവസാനം അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനെതിരെ അയാൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് തള്ളി. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് അത് തള്ളി. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അത് തള്ളി. എല്ലായിടത്തും തള്ളിയിട്ടും സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നില്ല. 3 പ്രാവശ്യം പിണറായി വിജയൻ അയാളെ സഹായിച്ചു. അതിനുശേഷം UDF സർക്കാർ വന്നു. UDF സർക്കാർ വന്നപ്പോൾ UDF സർക്കാരും അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തില്ല സുഹൃത്തുക്കളെ. UDF സർക്കാരും ഈ ചന്ദ്രശേഖരനെ അഴിമതി കേസിൽ പ്രോസിക്യൂട്ടർ അനുവാദം കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഒത്തുതീർപ്പിൻ്റെ, രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പിൻ്റെ ഒരു കഥയാണ് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവിടെ കോടതി ഇടപെട്ടു. കോടതി ആ വിഷയത്തിനകത്തേക്ക് കടന്നുകയറി. കോടതി അതിശക്തമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ എടുത്തിട്ട് പറഞ്ഞു, പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാതിരുന്നാൽ അത് കൊടുക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക കോടതിയുടെ പ്രാധാന്യം. കോടതി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? UDF സർക്കാരും പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കില്ലായിരുന്നു. അങ്ങനെ ഈ അഴിമതിക്കാരനായിട്ടുള്ള ചന്ദ്രശേഖരൻ ഈ INTUC എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് മേൽ ഒരു ഏകാധിപതിയെ പോലെ, ഏകഛത്രാധിപതിയെ പോലെ വാഴുമായിരുന്നു. ആ സംഘടന മരിച്ച് കിടക്കുന്ന അവസ്ഥ തുടരുമായിരുന്നു. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി ആ വിഷയത്തിൽ അതിശക്തമായി ഇടപെട്ടു. ആരാണ് ആ ജഡ്ജ്? ആ ജഡ്ജിൻ്റെ പേരാണ് A ബദറുദ്ദീൻ. ആ ജഡ്ജി നിവർന്നു നിന്ന് പറഞ്ഞു, ഇത് കൊടുത്തില്ലെങ്കിൽ അകത്താക്കി കളയും എന്ന് ആ ജഡ്ജി ഭീഷണി മുഴക്കി. ആ ജഡ്ജി ഭീഷണി മുഴക്കിയിട്ടാണ് UDF സർക്കാർ പോലും, നിലപാടുകളുടെ രാജകുമാരൻ നേതൃത്വം നൽകുന്ന UDF സർക്കാരിന് പോലും ഈ അഴിമതിക്കാരനായിട്ടുള്ള ചന്ദ്രശേഖരനെ പ്രോസിക്യൂഷൻ സാങ്ഷൻ ആ സർക്കാരിന് കൊടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ VD സതീശൻ സർക്കാരും ഈ ചന്ദ്രശേഖരനെ പിന്തുണച്ച് നിൽക്കുമായിരുന്നു. അതിൻ്റെ പിന്തുണ സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും വലിയ ഇടത് വലത് രാഷ്ട്രീയ കൂട്ടിക്കൊടുക്കലിൻ്റെയും ഒത്തുതീർപ്പിൻ്റെയും കഥ എന്ന് ഞാൻ പറഞ്ഞത്. ഈ കഥയിൽ കോടതി ഈ വിഷയത്തിൽ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അഴിമതിക്കാരൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു, സ്കോട്ട് ഫ്രീ ആയിട്ട് അയാൾ പോകുമായിരുന്നു. പക്ഷേ കോടതി ഇടപെട്ടിട്ട് ശക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കോടതി കൊടുത്തു. അതിനെ തുടർന്ന് ഇപ്പോൾ സർക്കാരിന് ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു. അങ്ങനെ കോടതിയുടെ ഇടപെടലിലൂടെ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഒത്തുതീർപ്പിനും കൂട്ടിക്കൊടുപ്പിനും ഇന്ന് അന്ത്യമുണ്ടായിരിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ശ്രമത്തിൽ, ആ ഒത്തുതീർപ്പ് പൊളിച്ചതിൽ, ആ കൂട്ടിക്കൊടുപ്പ് പൊളിച്ചതിൽ ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള ജസ്റ്റിസ് എ ബദറുദ്ദീനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും അത് ഒട്ടും കുറവാകില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കർശനമായിട്ടുള്ള ആ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം നെഞ്ചുവിരിച്ചു നിന്ന് ഈ വിഷയത്തിൽ നിലപാടുകൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കൊടിയ അഴിമതിക്കാരൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എന്തായാലും INTUCയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിരുന്ന സംഘടനയ്ക്ക് ഇനി ഇയാൾ പ്രോസിക്യൂഷന് വിധേയമാകുന്നതോടുകൂടിയും ഇയാൾ ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് INTUCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്യുന്നതോടുകൂടി ആ സംഘടനയും ഈ പറഞ്ഞതുപോലെ വിമോചിക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഇനി വലിയ സമര പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും എന്നുള്ള പ്രതീക്ഷ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഈ ഇടത് വലത് ഒത്തുതീർപ്പ് തകർന്ന ഈ ദിവസം നമ്മൾ ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.